സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെങ്കിലും അടങ്ങിയിരിക്കുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാവുന്നത്. കുറ്റബോധത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പോലും അദ്ദേഹത്തിലില്ല എന്നാണ് പലരിൽ നിന്നും നമുക്കറിയാൻ പറ്റുന്നത്. മാത്രമല്ല, ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് പോലും അങ്ങേയറ്റത്തെ കുരുട്ടുബുദ്ധിയോട് കൂടിയിട്ടുള്ള ചില നീക്കങ്ങളാണ് രാഹുലും രാഹുലിൻ്റെ ടീമും പോകുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത്. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ തന്നെ പലപ്പോഴും ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന സ്ഥിതിയൊക്കെ എത്തുമ്പം സ്വന്തം സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ അവർ തന്നെ വലിച്ചു കീറിയിട്ടിട്ട് എതിർ പാർട്ടിക്കാർ കീറി എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് പ്രകടനം നടത്തും. അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആര് കേട്ടാലും വിശ്വസിക്കാത്ത വ്യാജ പ്രചാരണങ്ങളുള്ള ആരോപണങ്ങളുള്ള നോട്ടീസ് ക്യാമ്പസിലാകെ രാത്രി കൊണ്ടുവന്നിടും. എന്നിട്ട് രാവിലെ കുട്ടികൾ വരുമ്പം ഈ നോട്ടീസ് കൂടി കാണും. അപ്പോൾ എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ ഇതില്ലാത്ത കഥയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇയാളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് നടക്കുകയാണല്ലോ എന്ന് എഴുതിയിട്ടുള്ള സഹതാപ തരംഗം സൃഷ്ടിക്കുകയും അത് യഥാർത്ഥത്തിൽ ഇയാളുടെ അടുത്തുള്ള കുഴപ്പങ്ങളും കൂടി മറന്നുകൊണ്ട് അയാൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ്, സൈക്കോളജിയാണ്. അങ്ങനെ ഒരു മാസ് സൈക്കോളജി കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ് രാഹുൽ. ഷാഫിയും അതിലൊട്ടും മോശമില്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു ഫാൻ ബേസ് അവർക്ക് നിലനിർത്താൻ പറ്റുന്നത്. കുറേ PR ഉണ്ട്, എന്നാൽ തന്നെയും കുറേ പൊട്ടന്മാരാണ് ബാക്കിയുള്ളവർ. ബുദ്ധി എന്ന് പറയുന്നത് ആ സാധനം എവിടെ ഒരു നുള്ളിന് ഒരു പൊടിക്ക് പോലും ഇല്ലാത്ത കുറേ ടീമുണ്ട്. ഇപ്പം ചെയ്യാൻ സാധ്യതയുള്ള അവർ നടത്തുന്ന ചില നീക്കങ്ങളായിട്ട് അറിയാൻ പറ്റുന്ന കിട്ടിയിട്ടുള്ള സ്മെല്ല് അത് ഇങ്ങനെയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ശബരിമല വിധി വന്നപ്പോൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി വന്നപ്പം അതെങ്ങാനും നടന്നു പോകാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നത് ഇല്ലാതാക്കാൻ കനകദുർഗയെ പോലെയുള്ള ഒരു വ്യത്യസ്ത മനോഭാവമുള്ള ആൾ, ബിന്ദു അമ്മിണിയെ പോലെയുള്ള, അതേപോലെ തന്നെ യുക്തിവാദി, അതിനുമപ്പുറം രഹ്ന ഫാത്തിമയെ പോലെയുള്ള ഒരു മുസ്ലിം നാമധാരിയെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം എന്തായാലും അതിന് ശേഷം പിന്നീട് അത് 2018 ആ സംഭവത്തിന് ശേഷം പിന്നീട് ശബരിമലയിലേക്ക് സ്ത്രീകളാരും പോകുന്നില്ലല്ലോ. കാരണം ആ പരിപാടി അവിടെ തീർന്നു. തൃപ്തി ദേശായി വിധിയൊക്കെ സമ്പാദിച്ച് തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിൽ വലിയ ആക്ടിവിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം ഈ സംഭവം പൊളിഞ്ഞു. ഇത് വിശ്വാസം കൊണ്ടുള്ള വരവല്ല. എന്നിട്ട് ഇപ്പോൾ രേഖാപാത്യം ഇപ്പം എന്താ 2 പീസ് ഇട്ട് കിടക്കുക. എനിക്ക് ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വീഡിയോസ് ഇങ്ങനെ വരും. എല്ലാത്തിലും 2 പീസാണ്, അത് മാത്രമേ ഉള്ളൂ. എപ്പോഴും 2 പീസ്, വേറൊരു ഡ്രസ്സും ഇല്ല. ഇങ്ങനെയുണ്ടോ? ഗതികേട് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത് കാണാൻ വിവരമില്ലാത്തില്ല ഉണ്ടായിട്ടാണ്. ഒരു പ്രാവശ്യം കൗതുകത്തിന് കണ്ടു, പിന്നെ എപ്പോഴും ന്യൂസ് ഫീഡിൽ ഇത് വരും. എന്നിട്ട് എനിക്കാണെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടെങ്കിൽ എങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ ഓഫീസിലുള്ള പയ്യനോട് പറഞ്ഞിട്ടാണ് അവനാണ് എങ്ങനെ ഒഴിവാക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നത്. ഇപ്പം പിന്നെ ഏത് വന്നാലും എനിക്ക് ഒഴിവാക്കാൻ അറിയാം. ഞാൻ ഈ സാങ്കേതിക മേഖലയിൽ വലിയ വൈദഗ്ധ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പം ഇവൻ കളിക്കുന്ന കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലും ഷാഫിയുടെയും ടീം. കാരണം ഷാഫി പുറത്താണ്, രാഹുൽ മാത്രമേ ഉള്ളൂ ഒളിവിൽ. ഷാഫിക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള തന്ത്രമുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. പാല് തന്ന കൈക്കൊക്കെ തിരിച്ചു കടിച്ച ചരിത്രമുള്ള ആളാണ്. വളർത്തിക്കൊണ്ടുവന്ന പി ടി തോമസിനെയും ഉമ്മൻചാണ്ടിയും ഒക്കെ ചതിക്കാൻ അറിയുന്ന ഒരാൾക്ക് അവരുടെ പി ടി തോമസിൻ്റെ ഭാര്യയെയും അതേപോലെ ഉമ്മൻചാണ്ടിയുടെ മകനെയും ഒക്കെ സമൂഹത്തിന് മുമ്പിലേക്ക് അവർക്കെതിരെ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ വലിച്ചെറിഞ്ഞു കൊടുത്താൽ നന്ദിയില്ലാത്ത ഷാഫിക്ക് അതിന് അപ്രൂവ് ചെയ്യാൻ പറ്റും. അവരിപ്പം അടുത്തതായിട്ട് പ്ലാൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ആരും വിശ്വസിക്കാത്ത, നട്ടാൽ മുളയ്ക്കാത്ത നുണപ്രചരണങ്ങൾ, ഒരു വ്യാജ പരാതിക്കാരിയെ സൃഷ്ടിക്കുക എന്നായിരിക്കും. ഒരു വ്യാജ പരാതിക്കാരി ആളുകൾ അങ്ങനത്തെ സ്ട്രാറ്റജിയിലേക്ക് ആദ്യം ഒറിജിനൽ എന്ന് തോന്നുകയും എന്നാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്ന സമയത്ത് അത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുകയും അത് പൊതുസമൂഹത്തിന് തന്നെ അത് കള്ള ആരോപണമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള പരാതി. ഇപ്പം അതിൻ്റെ എക്സാമ്പിളാണ് അമ്മയിലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ, കമ്മിറ്റി റിപ്പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങളുണ്ടായ സമയത്ത് രേവതി സമ്പത്ത് എന്ന യുവനടി വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. സുദ്ദിഖ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയൊക്കെ വളരെ അത് ആ കുട്ടിയുടെ കണ്ണുനീരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരു മിനു മുംതാസോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു അമ്മായി വന്നല്ല, ആ അമ്മായി വന്നിട്ട് എന്നെ ഇങ്ങനെ തൊട്ടു, അപ്പം തന്നെ അവർക്ക് കുളിര് പോരുന്ന പോലെയാണ്. എന്നെ മറ്റേയാൾ അങ്ങനെ തോണ്ടി, എന്നെ ജയസൂരി ഇങ്ങനെ പിടിച്ചു, എന്നെ ബാലചന്ദ്രൻ മേനോൻ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതൊക്കെ ചിരിച്ചോണ്ടാണ് പറയണേ. നവരസങ്ങൾ ഇങ്ങനെ മുഖത്ത് മാറി മാറി വിരിയായിരുന്നു. നാട്ടുപുറത്തെ ഭാഷ പറഞ്ഞ ഉലോക വെടി എന്നുള്ള പറയാൻ പറ്റുന്നൊരു അമ്മായി. ആ അമ്മായി വന്നു. ആ അമ്മായി ഇവരിൽ തന്നെ ചിലർ രംഗത്തിറക്കിയിട്ടുള്ള സാധനം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇതിനിരയായ ഇതിലെ വാദികൾ, ഇരകൾ, ആരോപണം ഉന്നയിച്ചവർ
അവരുടെ ആരോപണം കൂടി അവരുടെ ആരോപണത്തിൻ്റെ കൂടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി, അതും വ്യാജമായിരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തോന്നൽ, ഒരു പിന്നെ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ ഒരു സൈക്കോളജി, മനഃശാസ്ത്രപരമായിട്ട് അങ്ങനെ പിന്നെ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയതാ. ഇങ്ങനെയുള്ളവളുമാരൊക്കെയാണല്ലോ എന്ന് പറയുന്നത്. അപ്പം പിന്നെ മറ്റേതും അങ്ങനെ വെറുതെ ആയിരിക്കുന്നുള്ളൂ തോന്നുക. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യാജ പരാതി സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വ്യാജ പരാതിക്കാരി ഇവർ തന്നെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്തിറക്കുകയും അത് പിന്നീട് പിന്നെ എന്നെ ഫോഴ്സ് ചെയ്ത് ഏൽപ്പിച്ചാണെന്നൊക്കെ പറയുക, അല്ലെങ്കിൽ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുക. അതോടുകൂടി രാഷ്ട്രീയ വിശ്വാസ്യത വീണ്ടെടുക്കുക. അപ്പോൾ മറ്റേ യഥാർത്ഥ കേസുകളെല്ലാം ആ ഒരു ആഘോഷത്തിനിടയിൽ മൂടിപ്പോവുക. എല്ലാം കെട്ടുകഥയായിരുന്നു, എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്ന ഒരു തന്ത്രമായിരിക്കും അടുത്തതായിട്ട് ഇവർ ഇറക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിച്ചുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ട് അതിനുള്ള ക്രൂക്കലായിട്ടുള്ള നീക്കങ്ങളാണ്. വളരെ അങ്ങേയറ്റത്തെ കുരുട്ട് ബുദ്ധിയുടെ അങ്ങേ തലയിലുള്ള പ്ലാനിങ്ങാണ്. രണ്ടിൻ്റെ തലച്ചോറ് പ്രത്യേകമായി, പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും മയ്യത്തായി കഴിഞ്ഞാൽ രണ്ടുപേരെയും തലച്ചോറ് പിന്നെ മെഡിക്കൽ കോളേജിന് പിന്നെ ഗവേഷണത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. കാരണം ഇമാതിരി സാധനം എവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെ ഉള്ള അവരെ സംശയിച്ചിരുന്ന അവർ തെറ്റുകാരെന്ന് ബോധ്യമുള്ള ആളുകൾക്ക് പോലും അവർക്കൊരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകാൻ കഴിയുന്ന രീതിയിൽ വളരെ ഫാബ്രിക്കേറ്റഡായിട്ട് അവർ തന്നെ പെയ്ഡായിട്ടുള്ള ആളുകളെ രംഗത്തിറക്കിക്കൊണ്ട് രാഹുലിനെതിരെ വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവരാനും ഉന്നയിക്കാനും പരാതി കൊടുക്കാനുമുള്ള സാധ്യതയാണ് മുമ്പിലിപ്പോൾ ഉള്ളത്. അതായിരിക്കും അവരെ അവസാനത്തെ ബ്രഹ്മാസ്ത്രം എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്.